എന്താ കാര്യം പറ? ഒന്നുമില്ല, ചോദിക്കേ. നീ എന്താ ഇങ്ങനെ കടിക്കാൻ പോകുന്ന പോലെയൊക്കെ നിക്കുന്നേ? ചോദിക്കേ, രണ്ടുപേരും ഞാൻ വെളിയിറങ്ങുമ്പോ ഇങ്ങനെ അവനെ എന്ത് ചെയ്യാനാ? ഇവിടെ ഇരിക്കും, കാര്യം പറയും. നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. എനിക്ക് ആശ്വാസം ഒന്നും വേണ്ട. കൊലക്കുറ്റം ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം? എന്തായിരുന്നു സംഭവം? ഡയറ്റിലില്ലാതെ ഒരു എക്സ്ട്രാ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ നേരത്തെ കഴിക്കാൻ പറ്റില്ല. ഒരു സ്മൂത്തി. എടാ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതല്ലേ? അല്ലാതെ നമ്മൾ ഇരുന്ന ആരെങ്കിലും മറ്റേ റൂളും തെറ്റി ചെടിയിട്ട് പോയി എടുത്ത് സ്വന്തമായിട്ട് സ്മൂത്തി ആട്ടി കുടിച്ചാ? അതൊരു റൂൾ ബ്രേക്ക് ആണ്. സഹോദര, നമ്മൾ ആരും എണീറ്റ് പോയി ഉണ്ടാക്കി തന്നെ അല്ലാതെ അവരുണ്ടാക്കി വണ്ണാക്കി കൊണ്ട് വച്ചെന്നതാണ് ആ സ്മൂത്തി. അവര് നമ്മളെ വിഷമം സഹിക്കാൻ പോയത് അവിടുത്തെ സ്മൂത്തി എന്ന് വിളിച്ചപ്പം അവിടെ നിന്ന് കലക്കിക്കൊണ്ട് കൊഴിച്ചു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആപ്പിൾ നീ എണീറ്റ് പോയി എടുത്ത് കഴിച്ചല്ലേ? എടുത്തിട്ട് തരൂ ആരെങ്കിലും? എന്താടാ പറയണേ? നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ട്. ആ ഡയറ്റിൽ നിനക്ക് എന്താണോ നിനക്കൊരു ചാർട്ട് ഉണ്ട്, ഒരു ഡയറ്റ് ചാർട്ട്. അതിൽ നിനക്ക് എന്താണോ കഴിക്കാൻ അവര് മെൻഷൻ ചെയ്ത് അത് അവര് നിനക്ക് കൊണ്ടുത്തരും, അതേ നിനക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നീ പോയിട്ട് എക്സ്ട്രാ പോയിട്ട് എടുത്ത് നീ കഴിക്കരുത്. ഇനി ദയവ് ചെയ്ത് നീ എക്സ്ട്രാ ഫുഡ് ഇവിടെ എടുത്ത് കഴിക്കരുത്. അല്ല, ചേച്ചി ചോദിച്ചില്ലേ ബിഗ് ബോസ് കഴിക്കാമോ? എടാ ഇത് കഴിക്കാം. എടാ ഇതിനകത്ത് തന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ച് അവിടെ നിന്ന് ഒരു അറിയിപ്പ് വന്നില്ല. അതേപോലെ സ്മൂത്തിയിലും ചേച്ചി ചോദിച്ചപ്പോ റീപ്ലൈ വന്നില്ല. രണ്ടില് രണ്ട് തീരുമാനമായി. നീ ഇപ്പൊ ഇങ്ങനെയാണോ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്? അല്ല, നീ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ എന്നിട്ട് ഒരു നെഗറ്റീവ് പോയിന്റ് വന്നില്ല. അല്ലടാ, നിനക്ക് എഴുതി തന്നോ നിനക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പുള്ളി എന്തിനാണ് 9 മണിക്ക് ഒരു ഫുഡ് പിന്നെ 12:30 മണിക്ക് ഒരു ഫുഡ്? കാര്യം ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ ഇതിന്റെ മണ്ടേ കയറിയിരുന്നു. അതിനകത്ത് ഇരിക്കുക മാത്രമേ ചെയ്യാവൂ, എണീക്കരുന്ന് റൂൾ ഉണ്ടായിരുന്നു. അത് തെറ്റിച്ചിട്ട് നിങ്ങൾ 3-4 പേര് കറങ്ങി. അപ്പൊ ഒരു വട്ടം പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. ഓരോ വട്ടവും ബിഗ് ബോസ് വന്ന് നിന്റെ ചെവിയിൽ ഓതിയില്ലല്ലേ ഇരി ഓതിയാ? ഇല്ലല്ല. അവസാനം ലക്ഷറി പോയിന്റ് വന്നപ്പോ കുറച്ചാ അതും ഇതും സെയിം ആണ്. നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ. ഇവർക്കാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. നീ എടാ ബ്ലെസ്ലി, നീ ഒരു കാര്യം ഈ നിയമം കണ്ടുപിടിക്കാനിരിക്കുകയാണ്. ഇത് വളരെ മോശമായിട്ട് കാര്യം. എന്താന്ന് പറഞ്ഞുതരാം. നീ 10 പ്രാവശ്യം ബുക്ക് ചെയ്ത് വായിച്ച ഒരാളാണ്. 10 പ്രാവശ്യം കൊഹ്ലിയുടെ കേസിൽ മറുപടി ബ്ലെസ്ലി, നീ ഒരു 5 മിനിറ്റ് വായ മൂടിയിരിക്കോ? നിന്റെ നല്ലതിന് വേണ്ടിട്ടാ പറയുന്നത്. നീ ചെയ്ത തെറ്റാണ്, അത് ആക്സെപ്റ്റ് ചെയ്യും. മിണ്ടാതെ അവിടെ ഇരുന്നോ, അതാണ് നിനക്ക് നല്ലത്. മനസ്സിലായോ? ഗെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഭക്ഷണം നിശ്ചിത സമയത്ത് അവർ തരുന്ന ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊന്നും ഭക്ഷണം ത്യജിക്കുക എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ലോജിക്കലി കറക്റ്റ് ആണ്. അവൻ പറഞ്ഞത് എന്താ തെറ്റുള്ളത്? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഫ്രോഡ് ചേർക്കാനാണ്. ചേച്ചി പറഞ്ഞിട്ടാണ് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് ബ്ലെസ്ലി. എന്നെ തെറ്റിദ്ധരിച്ച് പറയാണ് നീ എന്നെ ഫ്രോഡ് എന്ന് വിളിച്ചത്. കറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടാ. സ്ത്രീ ആയാലും പുരുഷനായാലും ഫ്രോഡ് എത്രയും ചെയ്താ ഫ്രോഡ് തന്നെയാണ്. അതുകൊണ്ടല്ലേ ചേച്ചി ഫ്രോഡ് എന്ന് വിളിച്ചത്.